രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിന്റെ സാധുതയിൽ ചോദ്യങ്ങളുമായി പത്തനംതിട്ട ജില്ലാ കോടതി. യുവതിയുടെ വിവാഹബന്ധം നിലനിൽക്കെ രാഹുലുമായി നിയമപരമായി മറ്റൊരു വിവാഹം എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ച കോടതി ബലാത്സംഗമാണോ നടന്നത് എന്ന് വിചാരണ വേളയിലാണ് തീരുമാനിക്കേണ്ടതെന്നും വ്യക്തമാക്കി. അറസ്റ്റിൽ നിയമപരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നും രാഹുലിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലുണ്ട്. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, എന്തൊക്കെ വീഴ്ചകളാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്? ഈ കേസിന്റെ സാധുതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് കോടതി ചോദിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. ഈ യുവതി വിവാഹിതയാണ്. അങ്ങനെ വിവാഹിതയായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചു എന്ന് പറയാൻ പറ്റും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോടതി ചോദിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ പരാതി വരാൻ അല്ലെങ്കിൽ ഇവർ പോലീസിനെ സമീപിക്കാനുണ്ടായിരുന്ന കാലതാമസത്തെയും കോടതി ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. 2024 ഇത്തരത്തിൽ ഒരു പരാതി വരുന്നത് അല്ലെങ്കിൽ ഒരു കേസ് നടക്കുന്നത്. അതിനുശേഷം 1 വർഷവും 9 മാസത്തിന് ശേഷവുമാണ് ഇത്തരത്തിൽ ഒരു പരാതി വരുന്നത്. അല്ലെങ്കിൽ ആ ഒരു കാലതാമസമുണ്ട്. ആ കാലതാമസം എഴുതെയാണ് കോടതി പറയുന്നത്. ആ കാലതാമസം എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു കാര്യം ഈ അതിജീവിത പരാതിക്കാരി കൃത്യമായി മറുപടി പറയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ യുവതിയും തമ്മിൽ ഇവർ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇവർ തമ്മിൽ സാമ്പത്തികപരമായ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഫ്ളാറ്റ് വാങ്ങാൻ വരെ പദ്ധതിയിട്ടു. അത് ഈ പരാതിക്കാരിക്ക് ഇത് കൈവശം ഫ്ളാറ്റ് വാങ്ങാൻ പണമില്ലാത്തതിനാലാണ് അതുമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. അത് അങ്ങനെ ഒരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം ഒക്കെ കോടതി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നതാണ് കോടതിയുടെ ഈ ഉത്തരവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ പറയുന്നത് ഈ പരാതിക്കാരിക്കെതിരെ കേസെടുക്കണം. എന്തിനാ കേസെടുക്കുന്നത്? ഒരു ജനപ്രതിനിധിയെ, ഒരു സമൂഹത്തിൽ വിലയുള്ള മാന്യതയുള്ള ഒരു വ്യക്തിയെ അപമാനിച്ചതിന്, അധിക്ഷേപിച്ചതിന്, അയാളെ എല്ലാ രീതിയിലും വേട്ടക്കാർക്ക് ഇട്ടുകൊടുത്തതിന്, ഗൂഢാലോചനയുടെ ഭാഗമായതിന് ഇനി അറിയേണ്ടത് എത്ര കോടി ഈ യുവതിക്ക് കിട്ടി എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പൊ കോടതിയുടെ നിരീക്ഷണം ഈ പറയുന്ന പരാതി എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത മൂന്നാമത്തെ പരാതി, അതിന്റെ നിലനിൽപ്പിനെ തന്നെ, അതിന്റെ നിയമസാധുതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ കെട്ടിച്ചമച്ച ഒരു പരാതിയുടെ പോലത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് ചെയ്തതും വേട്ടയാടിയതും എന്നുള്ളതാണ്. അതിനെതിരെ, ഈ രാഹുലിനെ വ്യക്തിഹത്യ ചെയ്തതിനെതിരെ, രാഹുലിനെ അപമാനിച്ചതിനെതിരെ, രാഹുലിനെ വേട്ടക്കാർക്ക് കൊടുത്തതിനെതിരെ, വ്യഭിചാരത്തെയും അവിഹിതത്തെയും കൂടെ കടന്നതിനെയും കാമത്തെയും ലൈംഗികതയും സ്നേഹത്തെയും വിറ്റ് കാശാക്കിയതിനെതിരെ ഈ യുവതിക്ക് എതിരെ കേസെടുക്കാൻ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാവണമെന്നുള്ളതാണ് എൻ്റെ അപേക്ഷ എന്ന് പറയുന്നത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര കൊട്ടിഘോഷിച്ച പരാതിയാ മൂന്നാമത്തെ പരാതി. എന്തൊക്കെയാ ഈ പരാതി എടുത്തു പിടിച്ചുകൊണ്ട്, ഈ പരാതിയെ പൊക്കിയെടുത്തുകൊണ്ട്, ഈ പരാതിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയൊക്കെയാ വേട്ടയാടിയത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലേ? രാഹുലിന് ലൈംഗിക വൈകൃതമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഒരു ഭാഗത്ത് വലിയ ശ്രമം, രാഹുലിനെ ക്രൂരനാക്കാൻ മറ്റൊരു ഭാഗത്ത് വലിയ ശ്രമം, രാഹുലിനെ ഒരു ക്രിമിനലാക്കാൻ മറ്റൊരു ഭാഗത്ത് വലിയ ശ്രമം. അങ്ങനെ നിരന്തരമായ ഒരു വലിയ ഗൂഢാലോചന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നു, ഈ പരാതിയും പൊക്കിപ്പിടിച്ചുകൊണ്ട്. അല്ലേ? അപ്പോ ഈ പരാതി നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പരാതി അടിമുടി വ്യാജമാണെന്നല്ല പറയുന്നത് കോടതി. അങ്ങനെ വ്യാജ പരാതി ഉന്നയിച്ച ഈ അതിജീവിതക്കെതിരെ കേസെടുക്കണം കോടതി. മാത്രമല്ല, അതിജീവിതയല്ല, ഈ വ്യാജ പരാതിക്കാരിയുടെ മുഖം പുറം ലോകത്തിന് കാണിക്കാനുള്ള അനുവാദം കോടതി നൽകണം. ഈ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനുള്ള അനുവാദം കോടതി നൽകണം. കാരണം ഇത് വ്യാജ പരാതിയാണ്. ഒരു ജനപ്രതിനിധിയെ വേട്ടയാടാൻ ഈ ആയുധമായി ഇരയായി നിന്നുകൊടുത്ത യുവതിയാണ് ഈ യുവതി എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാനിപ്പോൾ ഓർക്കുകയാണ്. എന്താണ്? ഫെനി നൈനാൻ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഈ യുവതിയെ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പരാതിക്കാരിയെ 2025 റിനിയാൻ ജോർജ് എന്ന് പറയുന്ന ഒരു ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തിന്? സാങ്കല്പിക ഇരയാകാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇവർക്കിടയിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ ഇപ്പോൾ പറയുന്നത് അനുസരിച്ചാൽ ഈ യുവതി വലിയ സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു.
ഫ്ലാറ്റ് വാങ്ങാനുള്ള കാശ് ഉണ്ടായിരുന്നില്ല. ആ ഫ്ലാറ്റ് വാങ്ങാനുള്ള കാശ് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ലാർവിഷ് ചെയ്ത് ചിലവഴിക്കാനുള്ള കാശില്ല, കാശുണ്ട് പക്ഷെ എന്നാളിട്ട് ഇല്ല താനും, ആ രീതിയിലായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വലിയൊരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പരാതിക്ക് പിന്നിൽ വലിയ സാമ്പത്തിക സഹായം, സാമ്പത്തിക നേട്ടം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. കാരണം റിനി ആൻഡ് ജോർജ് ഇവരെ പരാതിക്കാരിയാവാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ച് സമീപിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ചർച്ചകൾ നടത്തി പൈസ കിട്ടിയതിന് പുറത്താണ് ഈ പരാതി പറഞ്ഞിരിക്കുന്നത്, ഈ വ്യാജ പരാതി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അവിടെ ഈ പറയുന്ന പരാതിക്കാരി, ഇത് ഇപ്പോൾ കോടതി വ്യക്തമായ മെറ്റീരിയൽ എവിഡൻസുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണല്ലോ കോടതി ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തുന്നത്. ആ നിരീക്ഷണം നടത്തുന്നതിൻ്റെ ഘട്ടം കൂടി നിങ്ങൾ നോക്കണം. ഇത് ഈ കേസിൻ്റെ വിചാരണ വേളയിലോ അല്ലെങ്കിൽ ട്രയൽ നടക്കുന്ന ഘട്ടത്തിലല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ അന്യായമായി അറസ്റ്റ് ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടം ജാമ്യാപേക്ഷയുമായി കോടതിയിൽ പോയപ്പോഴാണ് കോടതി ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തുന്നത്. അതിന് കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആദ്യ കൂടിക്കാഴ്ച തന്നെ പരാതിയാണെന്ന് പറയുന്ന യുവതി എന്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ വിദേശത്ത് കൊണ്ടുപോയി, കൂടെ താമസിപ്പിച്ചു, എന്തിന് വില കൂടിയ സമ്മാനങ്ങൾ നൽകി, സാമ്പത്തിക സഹായം എന്തിന് ചെയ്തു നൽകി, എന്തിന് ഫ്ലാറ്റ് വാങ്ങുന്നതിനെക്കുറിച്ചുള്ള പ്ലാനുകൾ ചർച്ച ചെയ്തു? അല്ലേ, സ്വാഭാവികമായ ചോദ്യമല്ലേ? പീഡിപ്പിച്ച ഒരു വ്യക്തിയുമായിട്ട് ഫ്ലാറ്റ് വാങ്ങാൻ ആരെങ്കിലും ചർച്ച നടത്തുമോ? ആരെങ്കിലും വിദേശത്തേക്ക് കൊണ്ടുപോകുമോ? ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുമോ? ഇപ്പം എന്നെ പീഡിപ്പിച്ച ഒരു വ്യക്തിക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുമോ? അതും വിലയേറിയ ഗിഫ്റ്റ്, വിലപിടിപ്പുള്ള ഗിഫ്റ്റ്. അപ്പോൾ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്രയും അർത്ഥവത്താണ്. ഇത്രയും ദിവസം കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങളെ പോലെയല്ല കോടതിക്ക് അജണ്ടകൾ ഉണ്ടായിരുന്നില്ല. ഈ കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾക്ക് അജണ്ടകൾ ഉണ്ടായിരുന്നു, കൂട്ടിക്കൊടുപ്പിൻ്റെ അജണ്ടകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ? ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. കോടതി ഒരു പ്രാഥമിക നിരീക്ഷണത്തിൽ തന്നെ കോടതി നിയമത്തിൻ്റെയും നീതിയുടെയും മുന്നിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ബലാത്സംഗമല്ല, പീഡനമല്ല, ക്രൂരതയില്ല, മർദ്ദനമില്ല, ലൈംഗിക വൈകൃതമില്ല, സാമ്പത്തിക ചൂഷണമില്ല, ഒന്നും തന്നെ ഇല്ല എന്ന് കോടതിക്ക് നിസ്സംശയം പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പരാതി വ്യാജമാണ്. ഈ പരാതി കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ അന്യായമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അയാളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് മാനഹാനി ഉണ്ടായിട്ടുണ്ട്. അയാൾ പൊതുമധ്യത്തിൽ കൊത്തിവലിക്കപ്പെട്ടിട്ടുണ്ട്. അയാൾ പിച്ച് ചീന്തപ്പെട്ടിട്ടുണ്ട്. അയാൾ മാധ്യമ വിചാരണയ്ക്ക് ഇരയായിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യുവതിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ കോടതി തന്നെ ഉത്തരവ് നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം ഈ വ്യാജ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി സമൂഹത്തിന് മുന്നിൽ കീറി മുറിക്കാൻ ഇട്ടുകൊടുക്കണമെന്നുള്ളതാ. കാരണം അങ്ങനെ ഒരു പ്രിവിലേജ് ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. വ്യാജ പരാതി നൽകിയിട്ട് മറുപുറത്ത് നിൽക്കുന്നവനെ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുത്തിട്ട് ഇങ്ങനെ സുഖലോലുപതയിൽ ആറാടാനുള്ള അവസരം കോടതി ഇത്തരം ക്രിമിനലുകൾക്ക് നൽകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു പാഠമാകണം. ഒരു മനുഷ്യൻ ആണോ പെണ്ണോ എന്നുള്ളതല്ല, ഏതൊരു മനുഷ്യനെതിരെയും വ്യാജ പരാതികൾ നൽകി പൊതുമധ്യത്തിൽ അവഹേളിക്കാനും പിച്ചു തീരാനും അവസരം ഉണ്ടാക്കുന്ന ആളുകൾക്കുള്ള ഒരു താക്കീതായിരിക്കണം ഈ പരാതി എന്ന് പറയുന്നത്. ഇതിൻ്റെ മേലിൽ നടപടി ഉണ്ടാക്കാൻ കോടതി തന്നെ നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവ് അത്രമാത്രം വേട്ടയാടപ്പെട്ടിട്ടുണ്ട്, അത്രമാത്രം അപമാനിക്കപ്പെട്ടിട്ടുണ്ട്, അത്രമാത്രം കൊത്തിവലിക്കപ്പെട്ടിട്ടുണ്ട്, അത്രമാത്രം മാധ്യമ വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്, ക്രൂരനാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, ലൈംഗിക വൈകൃതമുള്ള ആളാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പരാതിക്കാരിയെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ, ഫോട്ടോ പ്രസിദ്ധീകരിക്കാൻ, പേര് വെളിപ്പെടുത്താൻ എല്ലാത്തിനുമുള്ള അവസരം കോടതി തന്നെ നൽകണമെന്നുള്ളതാണ് എൻ്റെ അപേക്ഷ. ന്യായമായ അപേക്ഷയാ അല്ലേ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും അതല്ലേ തോന്നുന്നത്? കാരണം അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. കാരണം ഇങ്ങനെ ഇത്തരക്കാരെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ, അവർക്ക് ഈ പറയുന്ന നിയമത്തിൻ്റെ പരിരക്ഷ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം വ്യാജ പരാതികൾ ഇനിയും ആവർത്തിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. ഇത്തരം പൊതുമധ്യത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ജനപ്രതിനിധികളെയും പൊതുമധ്യത്തിലുള്ള പൊതുപ്രവർത്തകരെയും വലിച്ചു കീറാൻ ഇത്തരത്തിൽ എതിരാളികൾ ആയുധങ്ങളായി കൊണ്ടു നടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയ വേട്ടയുടെ ഇരയാണെന്ന് ആവർത്തിച്ച് നമ്മൾ പറയാനുണ്ടായ കാരണം ഇന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങളും കോടതിയുടെ ഉത്തരവും പുറത്തു വരുമ്പോൾ ഈ രാഷ്ട്രീയ വേട്ടയെ നമുക്ക് നിസ്സംശയം തെളിയിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? ഈ അറസ്റ്റ് ഉണ്ടായ അന്ന് മുതൽ, അല്ലെങ്കിൽ ആരോപണമുണ്ടായ ഓഗസ്റ്റ് 20 മുതൽ ഇന്ന് നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ച വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും, ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലേ? ഈ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ ഞാൻ ഓർക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതി വന്ന ഉടനെയുള്ള ഒരു ഫേസ്ബുക്ക് കുറിപ്പ്. ഈ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥകൾക്ക് എതിരായിക്കൊണ്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി നേരിടുമെന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടം. രാഹുലിനോട് ഞാനൊരു അപേക്ഷ മുന്നോട്ട് വെക്കുകയാ. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പരാതി തിരിച്ച് നിങ്ങളും കൊടുക്കണം ഈ പരാതിക്കാരിക്കെതിരെ. കാരണം നിങ്ങൾക്കെതിരെ നൽകിയിരിക്കുന്ന പരാതികളൊന്നും നിലനിൽക്കില്ല എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളെ വേട്ടയാടാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത പരാതികൾക്കെതിരെ, പരാതിക്കാരിക്കെതിരെ, അതിന് പിന്നിലുള്ള ഗൂഢാലോചനക്കെതിരെ, അതിന് പിന്നിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കെതിരെ ഒരു പരാതി നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച വ്യക്തികൾ ഒരുപാടധികം ആളുകളുണ്ട്. നിങ്ങളെ പിന്തുണച്ചവര്, നിങ്ങൾക്ക് വേണ്ടി വാദിച്ചവര്, നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവര്, നിങ്ങൾക്ക് വേണ്ടി സദാസമയം വാദിച്ചു കൊണ്ടിരുന്ന ആളുകൾ, അവരൊക്കെ നിങ്ങളുടെ നിരപരാധിത്വത്തിന് വേണ്ടി പോരാടിയപ്പോൾ ഈ പറയുന്ന ഒരു പരാതിയെങ്കിലും നിങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. ഈ പരാതിക്കാർക്കെതിരെ ഒരു നിയമ നടപടിയെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. കോടതിക്ക് മുന്നിലും നമ്മൾ അപേക്ഷ വെക്കുകയാണ്. കാരണം ഈ രാജ്യത്ത് ഏതൊരു വേട്ടയാടപ്പെടുന്ന, ക്രൂശിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെയും, ആക്രമിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെയും അവസാന അഭയമെന്ന് പറയുന്നത് കോടതിയാണ്. പൊതുമധ്യത്തിൽ ഒരു പൊതുപ്രവർത്തകനെ, ഒരു ജനപ്രതിനിധിയെ ഇത്തരത്തിൽ വേട്ടയാടി പച്ചയിറച്ചി കൊത്തി തിന്നിട്ട് അവസാനം പരാതി അത്രയും വ്യാജമാണെന്ന് തെളിയുമ്പോൾ ഈ പരാതിക്കാരിക്കെതിരെ നടപടിയെടുക്കുവാനുള്ള നിർദ്ദേശം കോടതി തന്നെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്ക് നൽകണമെന്നുള്ള അപേക്ഷ മാത്രമേ കോടതിക്ക് മുന്നിൽ ബോധിപ്പിക്കാനുള്ളൂ.